സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഥറാണ് അശ്വഘോഷ. ഇദ്ദേഹത്തെ ഫസ്റ്റ് സാൻസ്ക്രിറ്റ് ഡ്രാമറ്റിസ്റ്റ് ഓഫ് ദി വേൾഡ് എന്നും പറയാറുണ്ട്. ബ്രാഹ്മണായിട്ട് ജനിച്ചിരുന്ന അശ്വഘോഷ ലേറ്റർ ബുദ്ധിസ്റ്റ് മോങ്കായി മാറി. കുഷാന കിങ് ആയിട്ടുള്ള കനിഷ്കയുടെ കോർട്ട് പോയിട്ട് കൂടിയായിരുന്നു അശ്വഘോഷ. ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സർവൈവ് ചെയ്ത അശ്വഘോഷയുടെ ഡ്രാമാസാണ് ഏർലിയസ്റ്റ് നോൺ ഡ്രാമാസ്. അശ്വഘോഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ബുദ്ധചരിത. ഇതൊരു എപ്പിക് സ്റ്റൈലിൽ എഴുതിയിട്ടുള്ള സംസ്കൃതം കൃതിയാണ്. ബുദ്ധചരിത എന്ന വേർഡിൽ തന്നെയുണ്ട് ബുദ്ധൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണിത്. ഈ ഒരു പോയം 28 ഭാഗങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ 14 ഭാഗം മാത്രമേ നമുക്ക് സംസ്കൃതത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ബുദ്ധചരിത ടിബറ്റനിലേക്കും ചൈനീസിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചൈനീസ് ലാംഗ്വേജിലും ടിബറ്റൻ ട്രാൻസ്ലേഷൻസിലൊക്കെ 28 ചാപ്റ്റേഴ്സും നമുക്ക് പ്രിസർവ്ഡ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അശ്വഘോഷയുടെ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കൃതിയാണ് സരിപുത്ര പ്രകാരൻ. സരിപുത്ര എന്ന് പറയുന്നത് ബുദ്ധയുടെ ഒരു ഡിസിപ്പിളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കൃതിയാണിത്. നെക്സ്റ്റ് കൃതിയാണ് സൗന്ദര്യനന്ദ കാവ്യ. സൗന്ദര്യനന്ദ കാവ്യ എന്ന് പറയുന്നത് മറ്റൊരു കാവ്യ പോയമാണ്. ഇതും എഴുതിയിട്ടുള്ളത് അശ്വഘോഷയാണ്. നന്ദ എന്ന് പറയുന്ന ബുദ്ധയുടെ ഹാഫ് ബ്രദറിൻ്റെ കൺവേർഷനെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഈ ഒരു കൃതിയുടെ ഫസ്റ്റ് ഹാഫ് നന്ദയുടെ ജീവിതത്തെക്കുറിച്ചും ലേറ്റർ ഹാഫ് ബുദ്ധിസത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അശ്വഘോഷയുടെ മറ്റൊരു കൃതിയാണ് വജ്രസൂചി. ഇതിൽ വേദിക് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ബ്രാഹ്മിൺസിൻ്റെ കാസ്റ്റ് സിസ്റ്റത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കൃതി അശ്വഘോഷ തന്നെയാണോ എഴുതിയത് എന്ന് വളരെ സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഡിസഗ്രിമെൻ്റ് ഉള്ളൊരു കാര്യമാണ്. വജ്രസൂചി എന്ന ടൈറ്റിൽ ഹിന്ദുയിസത്തിലും കുറേ ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അശ്വഘോഷയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ വർക്ക് ഓഫ് അശ്വഘോഷ? താഴെ കൊടുത്തതിൽ അശ്വഘോഷയുടെ വർക്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൻ ബിലോ ആർ 2 statements and choose the most appropriate answer from the options given below. സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കിയിട്ട് ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ചൂസ് ചെയ്യാനാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് കനിഷ്ക? First option, he was a famous Shaka ruler. Second option, he organized a Buddhist council. Third option, the poet Ashwagosha lived in his court. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. 2 and 3. He organized a Buddhist council and the poet Ashwagosha lived in his court. Who amongst this is believed to be the promoter of the Mahayana sect of Buddhism? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്, അശ്വഘോഷ. Who among the following is the poet who composed Buddhacharita, a biography of Buddha? ഇതിൻ്റെ ആൻസറും അശ്വഘോഷയാണ്. അശ്വഘോഷ, a poet who composed a biography of Buddha, the Buddhacharita, lived in the court of which ruler? നമ്മൾ തൊട്ട് മുന്നേ ആൻസർ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, കനിഷ്ക. Ashwagosha was a poet in the court of dash who composed dash. Correct answer second option ആണ്. He was the poet in the court of Kanishka and he composed Buddhacharita. Ashwagosha had written the biography of Buddhacharita in which of the following languages? ഇതിൻ്റെ കറക്റ്റ് ആൻസർ തേർഡ് ഓപ്ഷൻ ആണ്, സാൻസ്ക്രിത്.